ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹെയർ സ്പാ ആണ് കാണിച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ലാസ്റ്റ് ഫേഷ്യലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അവിടെ ഒരുപാട് ക്ലയൻസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഹെയർ സ്പായും ഫേഷ്യൽ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. യൂഷ്വലി ഞാൻ ഡീറ്റ് ആൻഡ് ക്ലീനപ്പ് ആണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കുറേ ആയിട്ട് ടാൻ ആയിട്ടുണ്ടായിരുന്നു. ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് നല്ലപോലെ വെയിലൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് ടാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ക്ലീനപ്പ് അല്ല ഞാൻ ചെയ്തത്, ഫേഷ്യൽ തന്നെ ചെയ്തു. അതും ഡീറ്റാൻ്റെ തന്നെയാണ് ചെയ്തത്. ഡീറ്റാൻ ഫേഷ്യൽ ചെയ്തു. ആക്ച്വലി സൺസ്ക്രീനൊക്കെ ഇട്ടാൽ തന്നെ കുറേ ടാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഞാനിങ്ങനെ ഭയങ്കര ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് ഭയങ്കര വെയിലും ഇങ്ങനെ വിയർത്തോണ്ടേ ഇരിക്കുന്നത് കൊണ്ട് സൺസ്ക്രീൻ ഒഴിവാക്കി. സത്യത്തിൽ അങ്ങനെ ചെയ്തുകൂടാ, പക്ഷേ ഇത്രയും ഇങ്ങനെ സ്വെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടയ്ക്കങ്ങ് ഒഴിവാക്കി. അപ്പോൾ നല്ല പോലെ ടാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ആദ്യമേ പറയുന്നു നല്ല രീതിക്ക് ടാൻ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെ ആദ്യമേ സ്ക്രബൊക്കെ ചെയ്ത് പിന്നെ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ നല്ലപോലെ ഹെഡ്സൊക്കെ ഉണ്ടായിരുന്നെന്ന് ആൻറ്റി പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കുറേ മാസ്കും ഫേസ് മാസ്കും കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ ഡീറ്റ് ആൻഡ് ക്ലീനപ്പ് ചെയ്യുമ്പോൾ ഇതിലും കുറച്ച് മാസ്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫേഷ്യലാകുമ്പം കുറച്ചും കൂടി അധികം പ്രൊസീജിയേഴ്സ് കൂടും. അങ്ങനെ ഫേഷ്യൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്പാ ചെയ്ത ഹെയർ വാഷ് ചെയ്തത്. ഹെയർ വാഷ് ചെയ്തിട്ട് ആൻറ്റി ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് തന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഫേസിൽ ഡിഫറൻസ് ക്യാമറയിൽ അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.